പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മെഷീൻ കേടാകാറുണ്ട് പണ്ട്, പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത്. സ്വതന്ത്രവും നീതിപൂർവമായ ഇലക്ഷൻ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരികെ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ, വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. എന്നിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെയാണോ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള, വോട്ട് ചെയ്യാൻ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത്? അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തൊരു സംവിധാനമുള്ളതാണ്. വർഷങ്ങളായി വളരെ ഭംഗിയായി ചിട്ടയായി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യ. ആ പാരമ്പര്യമാണ് നമ്മൾ ഇന്നലെ ഇല്ലാതാക്കിയത്. ഒരു ഉത്തരവാദിത്വം ഇല്ല, ആർക്കും ഇല്ല, ഒരു അക്കൗണ്ടബിലിറ്റി, ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയത്. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, ഇതിനെക്കുറിച്ചൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. എന്താണ് സംഭവം? ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഡയറക്ഷൻ ഇക്കാര്യത്തിലുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മറുപടി പറഞ്ഞതാണ്, എത്ര വലിയ ജീർണതയിലേക്കാണ് CPM പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്രമാത്രം ജീർണത ബാധിച്ചൊരു പാർട്ടിയായോ CPM? രഹസ്യമായി CPM-ന്റെ നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ BJP നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് BJP-യെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു. ഇപ്പം മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, മാധ്യമങ്ങളത് ആദ്യം ശ്രദ്ധിച്ചില്ല. അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടതല്ല, മറിച്ച് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് EP ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ്. എന്തിനാണ് EP ജയരാജൻ, LDF കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള BJP-യുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം? എന്ത് ചർച്ച ചെയ്യാനാണ്? ബിസിനസ് ചർച്ച ചെയ്യാണ്? ബിസിനസ് ഡീലാണോ, പൊളിറ്റിക്കൽ ഡീലാണോ, ഇലക്ഷൻ ഡീലാണോ, എന്താണ്? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? അവർ തമ്മിൽ വല്ല ബിസിനസ് ഉണ്ടോ? എന്ത് ഡീലാണ് കണ്ടത്? പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന കേസുകളെല്ലാം SNC ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ EP പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത്? അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല, അവിടെ ന്യായീകരിക്കുകയാണ്. കണ്ടതുകൊണ്ടൊരു കുഴപ്പമില്ല, അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത്. എന്നിട്ട് നന്ദകുമാറിൻ്റെ പ്രശ്നത്തിൽ EP ജയരാജനെ മോശക്കാരനുമാക്കുന്നു. ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിൻ്റെത്, ഇരട്ടത്താപ്പാണ് ഇത് മുഴുവനുള്ളത്, ഇത് മുഴുവൻ. അപ്പം ഇവർ തമ്മിൽ 2021 നേരത്തെ RSSൻ്റെ മുഖപത്രമായ മെയിൻ അദ്ദേഹമായ ബാലശങ്കർ, ഓർഗനൈസറിൻ്റെ ബാലശങ്കർ, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആൾ നേരത്തെ പറഞ്ഞു 21 CPM-നെ BJP സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ അവർ സഹായിക്കാനുള്ള ധാരണയാണ് 24-ലെ തെരഞ്ഞെടുപ്പിലും 26-ലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ്. ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ, നിങ്ങളെല്ലാം മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്തു, എന്തെന്ന് കരുവന്നൂർ ED അന്വേഷണം കടുപ്പിക്കുന്നു, മാസപ്പടി അന്വേഷണം കടുപ്പിക്കുന്നു. എന്തിനാ കടുപ്പിച്ചത്? കടുപ്പിക്കൽ മാത്രം ഉണ്ടായില്ല, കടുപ്പിച്ചിട്ട് ഈ വോട്ടപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് CMRL-നെതിരായിട്ട് വരെ സംസാരിച്ചു, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വരെ. എന്നിട്ട് CMRL-നെ ശശിധര കർത്തായെ ചോദ്യം ചെയ്തത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. പിന്നെ അടുത്ത നോട്ടീസൊന്നുമില്ല, ആർക്കുമില്ല. ഈ കേസിലെ
യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയ ആളുകൾക്കെതിരായിട്ട് ഒരു അന്വേഷണം ഇല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അതങ്ങ് തീർന്നു. മനസ്സിലായില്ലേ? കരുവന്നൂരിലും ഇവരെ 3-4 പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി. ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു, CPM-ന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു ആ കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPM-ന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ ഡീലായിരുന്നു. ആ ഡീലാണ് ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചും സെറ്റിൽമെൻറ്റ് നടത്തിയും ഇവർ നടത്തിയത് മുഴുവൻ അതാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിങ്ങൾ 4 ആഴ്ച മുമ്പ് ഞാൻ ചോദിച്ചതാണ്, EP ജയരാജൻ LDF-ന്റെ കൺവീനറാണോ NDA-യുടെ കൺവീനറാണോ എന്ന് ചോദിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഇതേ ചോദ്യം ചോദിച്ചതാണ്. അതല്ലേ ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി, തള്ളി പറഞ്ഞിട്ട്. എന്നാൽ മറ്റേ കാര്യത്തിൽ തള്ളി പറഞ്ഞിട്ടുമില്ല. കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് EP ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തള്ളി പറയാത്തത്. CPM നേതൃത്വം മറുപടി പറയണം. എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാളുമായി CPM-ന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത്? ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി ട്രെയിനിൽ പോലും യാത്ര ചെയ്യുന്ന ആളല്ല. വളരെ അപൂർവമായിട്ടാണ്. ഈ അടുത്ത എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്, EP ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ ചർച്ച? എന്തായിരുന്നു ഇവരുടെ ഡീൽ? ഇത് ജനങ്ങൾ അറിയണ്ടേ? അപ്പോൾ CPM-ന് നേതാക്കളുടെ മീതെ ഒരു നിയന്ത്രണമില്ല. ഏത് നേതാവിനും പോയി, എത്ര വലിയ നേതാവിനും പോയി BJP-യുമായി ചർച്ച നടത്താം. CPM-ന്റെ തീരുമാനമാണോ? ഔദ്യോഗിക തീരുമാനമാണോ ഇത്? ഇങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരവാദമാണോ ഇത്? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ RSS-ന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ എപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പോൾ കഴിഞ്ഞു പോയത്? ഇത് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത്, പറഞ്ഞത്. അത് ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് രണ്ടുപേരും ഉത്തര മലബാറുകാരായതുകൊണ്ട് വടക്കം പാട്ടിൽ ഒരു ഈരടിയെത്തി. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതാണ് കുറച്ചുകൂടി ചേരുന്ന ഈരടി. ഈ EP ജയരാജൻ ചെയ്ത, പിണറായി വിജയൻ ചെയ്ത ചെയ്ത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ്. വടക്കം പാട്ടിലെ ഈരടികളാണ്. അല്ല, ഞാനത് ഇപ്പം നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കണ്ട. അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം കണ്ടില്ല, അതല്ല. ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. വോട്ടർമാരെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. CPM-ന്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെ എല്ലാ വോട്ടർമാരെയും ബാധിക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ലല്ലോ. എല്ലാ വോട്ടർമാർക്കും ചെയ്യേണ്ടത്. എത്ര പേരാണ് 4 മണിക്കൂറൊക്കെ കാത്തു നിന്ന് തിരിച്ചു പോയത്? എത്രയോ പേര് ജോലിക്ക് പോകേണ്ട ആളാണ്, പണിക്ക് പോകുന്ന ആളാണ്. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇതെല്ലാം തീർന്നു. 6 മണിക്ക് അകത്ത് കയറ്റിയിട്ട് വോട്ട് ചെയ്യിക്കാത്ത സ്ഥലമുണ്ടല്ലോ. എന്ത് തോന്നിയാസം നടക്കുക? ഉദ്യോഗസ്ഥന്മാരുടെ അരിഞ്ഞാട്ടാണോ പല സ്ഥലത്തും നടന്ന്? ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ്? 2 വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്നത്? എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ. ഇത് കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ. കുറേ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇത്രയും മെഷീൻ കേടായത്? ഏതെങ്കിലും ഇലക്ഷൻ ഇത്രയും മെഷീൻ കേടായിട്ടില്ല. നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് കണ്ട ആളുകളാ? വല്ല ഒറ്റപ്പെട്ട സംഭവമാണ് ഉണ്ടാകില്ല. ഇത് വ്യാപകമായി മെഷീൻ കേടാവുക രാവിലെ തന്നെ. ഒരു സ്ഥലത്ത് ബാറ്ററി ഇല്ല. അപ്പോൾ ആരാണ്? അക്കൗണ്ടബിലിറ്റി ഇല്ല ഇതിന്. ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ അന്വേഷണം ഇല്ല, വിളിച്ചു പറഞ്ഞാൽ അന്വേഷണം ഇല്ല, ഒന്നും ചെയ്യില്ല. ഇത്രയും ഡിലേ വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഒരു മണിക്കൂറെങ്കിലും തെരഞ്ഞെടുപ്പ് പോളിംഗ് നീട്ടി വെക്കണ്ടേ? ഒരവസരം കൊടുക്കണ്ടേ? ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടല്ലോ അവരോട്, എന്നിട്ട് അവർ ചെയ്തില്ല. ശരിയല്ല. മുഖ്യമന്ത്രിക്കെതിരായ മുന്നകൂർപ്പിക്കുകയാണ് VD സതീശൻ. അത് EP ജയരാജൻ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന ഈരടിയാണ് ചേരുക, അല്ലാതെ ശിവനും പാപിയും പരാമർശമല്ല എന്ന് പറയുകയായിരുന്നു VD സതീശൻ.